Hey guys, It's me, Devika. it's me Badra, and you guys are watching us on Our YouTube channel, Devika. Badra Vlogs. അപ്പോൾ നമ്മൾ ഇന്ന് തൃപ്രയാർ ഏകാദശി കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതേ സമയത്ത് വന്നിരുന്നു. അപ്പോൾ എന്തായിരുന്നു? അപ്പൊ ഇന്നലെ ഞങ്ങൾ വന്നപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ആൾക്കാരില്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും, നിശബ്ദമായി കിടന്നിരുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നിക്കുന്നുണ്ട്. കാരണം ഏകാദശിയുടെ അന്ന് ഉണ്ടാവുന്ന ജനങ്ങളുടെ ഒരു പകുതി അംശം പോലും ഇല്ല എപ്പോഴും. പക്ഷെ എന്നാലും തന്നെ ഒരു ഫീല് വരുന്നത് ഇപ്പഴാ, കുറച്ചാളെങ്കിലും കാണുമ്പോ അതന്നെ. പക്ഷെ ഇന്നലെ വന്നിരുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു 2-3 ആൾക്കാർ ഒരുമിച്ച് നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ അവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇന്നൊക്കത് ഭയങ്കര ചേഞ്ചായി. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ഫസ്റ്റത്തെ കവാടൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ആൻഡ് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ എന്നത്തെയും പോലെ നല്ലൊരു പ്ലസൻറ്റ് മൊമെൻറ്റ് അമ്പലത്തിനകത്ത് കയറിയപ്പോണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ, തീരെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് സ്വതവേ ഏകാദശിക്ക് ഉണ്ടാവുന്നതിനേക്കാളും കുറവാണ്, എന്നാലും ആൾക്കാരുണ്ട്. ഇതാ നമ്മൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ലൈക്ക് അമ്പലത്തിന് ചുറ്റിട്ട് വരാം.
ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന സംഭവമാണ് പള്ളിയോടം. പള്ളിയോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ സമയത്ത് തേവർ അക്കരയ്ക്ക് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോണീനെയാണ് പള്ളിയോടം എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ പോയപ്പോ അവർക്ക് എന്താ ചെയ്യുന്ന ആ കാറ്റിന്റെ ഇടയില് പുതിയ അവിടെ നമസ്കരിച്ചു. നേരെ അപ്പൊ അതാണല്ലോ വന്നത് കപിലവാസനയോ മഹിയുടെ അമ്മത്തിന്റെ അവിടെ വന്നത് അറിയില്ല. ഈ പുത്രന്മാരാതെ കഴിഞ്ഞ് കണക്ക് കഴിഞ്ഞ് ആദ്യം അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് സകലം പുറത്തേക്ക് നോക്കി ആ കുതിരയുടെ ആവശ്യപ്പെടി. അപ്പൊ കുതിര കാണാനില്ല, അവിടെ കണ്ടിട്ടുണ്ട്. കുതിര ഇവിടെ കാട്ടിത്തടാ എടാ കള്ള ആ കുതിര എങ്ങടാ എന്ന് പറഞ്ഞ ആയുസ് കൊടുത്തോണ്ടാ പിന്നാലാണ് ചിന്തയത്. ഈ വലിയ കോലാഹലം കേട്ട് മഹർഷി കണ്ണ് തപസ്സിന് ഭംഗം വന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോഴാണ് അനവധി പേരെ തന്നെ ആയുസ് തരാൻ കൊണ്ട് പറഞ്ഞത്. കോപം സഹിച്ചില്ല, ഒരു ഹുങ്കാരം. ആ ഹുങ്കാരത്തില് ആ സകലപുത്രന്മാര് മുഴുവൻ ഭസ്മായി. അങ്ങോട്ട് ചെന്നതേ ഇതുള്ളൂ. ഒരു അഗ്നി പുറപ്പെട്ടു, അഗ്നി കത്തിച്ചാമ്പലായി. ഇവിടെ സകലം യാഗം ചെയ്തുകൊണ്ടിരിക്കുള്ള ഓരോ ക്രിയകൾ ചെയ്യണു. കുതിരയുടെ ആവശ്യമാവുന്നുള്ളൂ. അപ്പോഴാണ് ദുർലക്ഷണങ്ങൾ പലതും കാണുന്നു. ഇടത്തെ കണ്ണ് പടയ്ക്കുക, അതേപോലെ തന്നെ കൈ ഇളകുക. കണ്ടപ്പോ എന്തോ അപകടം ഉണ്ടല്ലോ. വേഗം അസമഞ്ജന്റെ പുത്രൻ, അസമഞ്ജനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പുത്രൻ അംശുമാൻ എന്ന് പറഞ്ഞ പുത്രനുണ്ട്. വേഗം ഉണ്ണി വിളിച്ചു. ഉണ്ണി ഇതാ എന്താന്നറിയില്ല, ഉണ്ണിയുടെ വലിയച്ഛന്മാരായിട്ടുള്ള അതാ എന്റെ പുത്രന്മാരായിട്ടുള്ളവർ പോയിട്ട് കാണാനില്ല. അവർക്ക് എന്താ സംഭവിച്ചത്, കുതിരയും കണ്ടെത്തിയിട്ടില്ല, ഒന്ന് അന്വേഷിച്ചു വരുമോ? ഓ എന്ന് പറഞ്ഞ് അംശുമാൻ അന്വേഷിച്ച് പുറപ്പെട്ടു. അംശുമാൻ ഇവര് പോയ വഴിയൊക്കെ സഞ്ചരിച്ച അവസാനം ഈ കപിലവാസ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അവിടെ അനവധി ഭസ്മം നടന്നു. കുതിരയുണ്ട്. എന്തോ ആപത്ത് പറ്റി മനസ്സിലായി. അവിടെ നിന്ന് ഉറക്കം കരയാൻ തുടങ്ങിയപ്പോഴാണ് ഗരുഡൻ അവിടെ ഉണ്ട്. ഉണ്ണി കരയണ്ട. അപ്പോൾ നമ്മൾ ഇതാ അമ്പലത്തിൻ്റെ സൈഡാണ് നിൽക്കുന്നത്. മാസ്ക് ഞാൻ ഊരുന്നില്ല കേട്ടോ, എടുക്കണ്ട. ലെറ്റ്സ് ഗോ. അങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് നല്ലതുപോലെ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്.
നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ കണ്ട് പണ്ടത്തെ പോലത്തെ ഗ്രാൻഡ് ഏകദേശം ഒന്നല്ല കേട്ടോ. അതന്നെ മറ്റേ അധികം ആൾക്കാരും ജയന്റ് വീലും കൊറേ അധികം എന്താ പറയാ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത്രൂഞ്ഞാൽ എന്ന് പറയുന്ന സംഭവമില്ലേ, എന്തറോ അങ്ങനെ ഞാൻ പറയാം, അങ്ങനത്തെ സംഭവം. പിന്നെ ജയന്റ് വീല് അങ്ങനെ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയും അങ്ങനെ. അപ്പോൾ ആ സംഭവങ്ങളും ഒക്കെ ആയിട്ട് കുറെ ഉണ്ടാവും എന്റർടൈൻമെന്റിന്റെ ഭാഗം. ഇപ്രാവശ്യം കൊറേ ഫുഡിയുടെ ഒന്നുമില്ലാണ്ടും അധികം ലൈക്ക് കോളിഫ്ലവർ വറുത്തതും ബജ്ജി, മുട്ട ബജ്ജി, കായ ബജ്ജി, ഇതൊന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ വെരി സെഡ്. അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഫുഡി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ കരിമ്പൻ ജ്യൂസ് വരെ ഉണ്ടായിരുന്നില്ല. കരിമ്പൻ ജ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കരിമ്പൻ ജ്യൂസ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ഏകദേശയുടെ ഒരു മേജർ മിസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം. ലൈക്ക് ബാക്കി കരിമ്പൻ ജ്യൂസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പൊ കൊറോണ ഒക്കെ ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം കരിമ്പൻ ജ്യൂസിന്റെ സംഭവങ്ങളൊന്നുമില്ല. ബിക്കോസ് അതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തന്നെ എടുത്തിട്ടാക്കണ്ടേ. കരിമ്പൻ ജ്യൂസ് നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ലൈക്ക് അതൊരു എന്താ പറയാ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന സംഭവമാണ്. എനിക്ക് ഭയങ്കര അത് കുടിച്ചു കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പോലെ തോന്നുന്നത്. നമ്മൾ ഏകദേശം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൻ റീസൺ ഇതൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, നമ്മൾ ഏകദേശം കാണാൻ പോകുന്ന സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സ് വഴി നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പിസ്സ.